Hello dear students, welcome to the second lecture of the redemption of the debentures. Okay, the first lecture we discussed the different sources of the redemption of the debentures, and already discussed the first important source is the redemption of the fresh issue. And after that we are discussing the another important sources, the redemption out of the capital and redemption out of the profit. That means redemption of the debentures from the capital and it's the company's profit. Okay, and the first important element is redemption out of the capital. So what do you mean by the term is redemption out of the capital? The first lecture we discussed the redemption out of the fresh issue. That means they are issuing the new shares or new debentures for the redeeming the existing debentures. The term is known as the redemption of the fresh issue. And here the redemption of the capital. That means the companies are redeeming the debentures from capital, out of the capital. The term is known as the redemption out of the capital. അല്ലെ, നമ്മളെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ച് റിഡീം ചെയ്യാനുള്ള അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് അവരുടെ ഡിബഞ്ചേഴ്സ് എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യണമെങ്കിൽ അവരുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് റിഡംഷൻ നടത്തും. അതിന് പറയുന്ന പേരാണ് റിഡംഷൻ ഔട്ട് ഓഫ് ദി ക്യാപിറ്റൽ. അങ്ങനെ ഒരു പ്രൊസീജിയർ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഒരു കമ്പനിക്ക് സപ്പോസ് ഇഫ് ദ പ്രോഫിറ്റ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ടു റിഡീം ഡിബഞ്ചേഴ്സ്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് റിഡംഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ആ കമ്പനിക്ക് അവരുടെ ഡിബഞ്ചർ ക്യാപിറ്റലിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട്, ഡിബഞ്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കലാണ്. നോർമലി സപ്പോസ് സർട്ടൻ കമ്പനീസ് പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ സിൻസ് ദ പ്രോഫിറ്റ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, the assets of the companies are reduced by the amount paid. This would affect the working capital of the company. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റലിന് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ ദർ മേ ബി ചാൻസ് ഫോർ ദ എഫക്റ്റിംഗ് യുവർ ദ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ആസ് പെർ ദ സെബി ആൻഡ് ദ കമ്പനീസ് ആക്ട് ദർ ഇസ് എ ഗൈഡ് ലൈൻ, ആൻഡ് ദാറ്റ്സ് എ ഗൈഡ് ലൈൻ. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ ഒരു ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. ദ ഗൈഡ് ലൈൻ ദാറ്റ് റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂ ദ ഡിബഞ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ടു വൺ ഈസ് ദ for the period is more than 18 months and the period is less than 18 month or less than 18 month. അങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെബി പറയുന്ന റൂളാണ് ഡിബഞ്ചേഴ്സ് നോർമൽ ദർ ഇസ് എ ക്ലാസിഫിക്കേഷൻ മോർ ദാൻ 18 month ഓർ പീരീഡ് ഓഫ് 18 month ഓർ ലെസ്. ഈ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സപ്പോസ് ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻ ദ ഡിബഞ്ചേഴ്സ് ഫോർ ദ പീരീഡ് ഓഫ് മോർ ദാൻ 18 months, in such situation it is not possible to redeem the debentures purely out of the capital. അങ്ങനെ സിറ്റുവേഷൻ ഒരു കമ്പനിക്ക് മൊത്തമായിട്ട് ക്യാപിറ്റൽ നിന്ന് എടുത്തുകൊണ്ട് റിഡംഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. സപ്പോസ് കമ്പനീസ്ക്ക് റിഡംഷന് പോവാണ്, ഡിബഞ്ചേഴ്സ് റിഡംഷന് പോവാണ്. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യണ സമയത്ത് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്തുന്നത്. പക്ഷേ അവരുടെ പീരീഡ് ഓഫ് ഡിബഞ്ചറിൻ്റെ പീരീഡ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത പീരീഡ് 18 monthനേക്കാളും കൂടുതലാണ്. 1.5 വർഷമാണ് 18 month. 1.5 വർഷത്തേക്കാളും കൂടുതലായിട്ടാണ് പീരീഡ് നിൽക്കുന്നതെങ്കിൽ ആ കമ്പനിക്ക് ഒരിക്കലും ക്യാപിറ്റലിൽ നിന്ന് മുഴുവനായിട്ട് റിഡംഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഓൺലി 50% ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റിഡീം ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. അങ്ങനെ 50% റിഡംഷൻസ് മാത്രമേ ക്യാപിറ്റലിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. സപ്പോസ് ഒരു കമ്പനി റിഡംഷന് പോകുന്നു, റിഡംഷന് പോകുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് റിഡംഷൻ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കമ്പനിക്ക് അവരുടെ പീരീഡ് ഓഫ് ഡിബഞ്ചറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ പീരീഡ് 18 monthനേക്കാളും കൂടുതലാണ്, ഡിബഞ്ചറിൻ്റെ പീരീഡ് 18 monthനേക്കാളും കൂടുതലാണെങ്കിൽ ഒരിക്കലും അവർക്ക് മുഴുവനായിട്ടും ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ സിറ്റുവേഷൻ 50% മാത്രമേ ഒരു ഡിബഞ്ചറിന് അവർക്ക് ക്യാപിറ്റൽ എടുത്തുകൊണ്ട് റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. The company is required to create the debenture redemption reserve equal to the 15% of the debentures. ആ കമ്പനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ദ എമൗണ്ട് ഓഫ് ദ ഡിബഞ്ചേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. ഇറ്റ്സ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ചെയ്യുന്നത് ഡിബഞ്ചറിൻ്റെ കാലാവധിയാണ്. ഇറ്റ്സ് 18 month ഓർ മോർ.
18 month and 80 month or less. അതിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് 18 മാസത്തിന് കൂടുതലാണെങ്കിൽ ആ കമ്പനി കമ്പൽസറി ആയിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ റിഡംഷൻ മൊത്തമായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കില്ല. ഓൺലി 50% മാത്രമേ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് റിഡംഷൻ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ്സ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സപ്പോസ് ദ ഡിബഞ്ചർ പീരീഡ് ഈസ് ലെസ് ദാൻ 18 month ഓർ ലെസ്, 18 മാസമോ അല്ലെങ്കിൽ 18 മാസത്തിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, ഓർ പ്രോഫിറ്റ് ഈസ് നോട്ട് അവൈലബിൾ, കമ്പനിയുടെ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് റിഡംഷൻ ചെയ്യുന്നില്ല. And such situation debenture may be redeemed out of the capital. That means അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിബഞ്ചറിനെ മൊത്തമായിട്ട് വേണമെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് റിഡംഷൻ നടത്താനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. അപ്പോൾ ദ ഡിബഞ്ചേഴ്സ് ആർ ഫോർ എ പീരിയഡ് ഓഫ് 18 month or less, or profit are not available for the capital redemption, the debenture may be redeemed out of the capital. അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ റിഡംഷൻ നടത്താനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. ദർ ഇസ് എ റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യണം. ദാറ്റ് നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് റിഡംഷൻ ഡിപ്പെൻഡ് ചെയ്യണം. ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദർ മേ ബി ചാൻസ് ഫോർ എഫക്റ്റിംഗ് യുവർ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. വർക്കിംഗ് ക്യാപിറ്റൽ, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ ആ സിറ്റുവേഷൻസ് നിങ്ങൾ പരമാവധി ഓവർകം ചെയ്യണം. അതിന് ആസ് പെർ ദ സെബി ദർ ഇസ് എ ഗൈഡ് ലൈൻ. സപ്പോസ് എ പീരീഡ് ഈസ് മോർ ദാൻ 18 month, ദ കമ്പനി must create the debenture redemption reserve equal to the 15%, and only 50% of debentures can be redeemed out of the capital. Suppose if the debentures period is 80 month or less, profit are not available for the capital redemption, the debenture may be redeemed out of the capital. അങ്ങനെ സിറ്റുവേഷനുകൾക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ റിഡംഷൻ ക്യാപിറ്റലിൽ നിന്ന് ചെയ്യാം. ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ദ റിഡംഷൻ ഓഫ് ദ ക്യാപിറ്റൽ. ഈ തിയററ്റിക്കൽ സൈഡാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അറിഞ്ഞിരിക്കണം. ദർ ഇസ് എ റൂൾ ഫോർ ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. ഫസ്റ്റ് സോഴ്സ് നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ലെക്ചർ ഡിസ്കസ് ചെയ്തു, റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ദ ഷെയർസ്, ആൻഡ് ലോട്ട് ഓഫ് ജേർണൽ റിഗാർഡിംഗ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ആൻഡ് ദിസ് എ സെക്കൻഡ് സോഴ്സ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. ഓക്കെ, ദറ്റ്സ് നോർമലി ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. പക്ഷേ പ്രാക്ടിക്കലി ഇത് അധികം ആരും യൂസ് ചെയ്യാറില്ല. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ തിയററ്റിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കൽ സൈഡിൽ ഒരൊറ്റ കമ്പനീസ് കാര്യമായിട്ട് ക്യാപിറ്റൽ എടുത്തുകൊണ്ട് ഒരിക്കലും റിഡംഷൻ നടത്താനായിട്ട് പോവില്ല. സോ ദിസ് പ്രാക്ടിക്കലി ഇസ് നോട്ട് വാലിഡ്. Theoretically is okay, practically is not valid. Okay, so second source, redemption out of the capital. And the third source, redemption out of the profit. Very important source, redemption out of the profit. നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തു, നിങ്ങൾ ലാഭം ഉണ്ടെങ്കിൽ, റിസർവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നമ്മൾ സാധാരണ റിഡീം പ്രിഫറൻസ് ഷെയർസും ഒക്കെ ചെയ്ത മാറി അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ ലാഭത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദ മെത്തേഡ് ഇസ് നോൺ ആസ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. When sufficient profit, it's transferred to the P&L appropriation account to debenture redemption reserve. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു, ഇവിടെ ഏറ്റവും എസെൻഷ്യൽ ആണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. സാധാരണ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ മാറ്റാം, അല്ലെ? നമ്മൾ സാധാരണ പ്രോഫിറ്റ് നിന്ന് എടുക്കുമ്പോൾ അത് നിങ്ങൾ റിസർവിൽ നിന്ന് എടുക്കുമ്പോൾ ആ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അതിനെ പകരം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ്. ദറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. സപ്പോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ എടുക്കുന്ന എമൗണ്ട് നിങ്ങൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇറ്റ്സ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ്. അറ്റ് ദ ടൈം ഓഫ് ദ റിഡംഷൻ ദറ്റ്സ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ റൂൾ ആസ് പെർ 18(7) ഓഫ് ദ കമ്പനീസ് ആറ്റ് 2030s. A company should create the debenture DRR represent debenture redemption reserve with sufficient amount of its profit. നിങ്ങൾ DRR ക്രിയേറ്റ് ചെയ്തിരിക്കണം. പ്രോഫിറ്റ് നിന്നുകൊണ്ട് റിഡംഷൻ മീറ്റ് ചെയ്യുന്നെങ്കിൽ, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് DRR, ദാറ്റ്സ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ആസ് പെർ ദ ഗൈഡ്ലൈൻ സെബി, ദ കമ്പനി വിച്ച് വാണ്ട് ടു റിഡീം ദ ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് should transfer an amount of 25% of the amount to the debenture redemption reserve. ദെൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നിങ്ങൾ മിനിമം 25% ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. സെബിയുടെ ഗൈഡ് ലൈൻ പറയുന്നുണ്ട്, കമ്പനീസ് ആക്ടിലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കമ്പൽസറി എന്ന് പറയുന്നു. സെബിയുടെ ഗൈഡ് ലൈൻ പറയുന്നത് 25% എമൗണ്ട് എവിടേക്ക് മാറ്റിയിരിക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. അതായത് ഒരു കമ്പനി അവരുടെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നിന്ന് എടുത്തുകൊണ്ട് റിഡീം ചെയ്യാം. കാരണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുത്താൽ മാത്രമേ ഡിബഞ്ചറിന് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുള്ളൂ. റിഡംഷൻ റീപേ ചെയ്യണം, ക്യാൻസൽ ചെയ്ത് കളയാണ് ഡിബഞ്ചറിനെ. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് കയ്യിൽ ഇനഫ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് നിന്ന് എടുത്തുകൊണ്ട് റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പ്രോഫിറ്റ് നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ റിഡംഷൻ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കമ്പനീസ് ആക്ടും സെബിയുടെ ഗൈഡ് ലൈൻ നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആണ് കമ്പനീസ് ആക്ടിൽ പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. നിങ്ങൾ
ലാഭത്തിൽ നിന്ന് എടുത്തു റിഡംഷൻ നടത്തുമ്പോൾ അത് ആദ്യം എമൗണ്ട് മാറ്റേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ്. ദിസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ് നിങ്ങൾ എമൗണ്ട് മാറ്റേണ്ടത്. Then as per the SEBI guideline, at least 25% amount should be transferred to the debenture redemption reserve. That's the guideline of the SEBI. Okay, before the commencement of the redemption. Okay, the second method is a redemption out of the profit, and here the first method is redemption out of the capital. Capital on redemption meet ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഉണ്ട്. The period of the debenture more than 18 months and 18 months or less. This is a very important guideline. And debenture redemption reserve is a compulsory. The debenture redemption reserve is compulsory and is a basically theoretical element. Practically is not valid. But the redemption of the out of the profit is a practical method. So redemption out of profit practical ആണ്. ഒരു കമ്പനി അവരുടെ റിഡംഷൻ നടത്തുമ്പോൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ അവരുടെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നോർമലി ആ കമ്പനീസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അത് മാത്രമല്ല സെബിയുടെ കീഴിൽ 25% എങ്കിലും മിനിമം നിങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് റിഗാർഡിംഗ് യുവർ ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. ഓക്കെ, ദീസ് ആർ ദ എൻട്രീസ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിലാണ് ജനറൽ എൻട്രീസ് വരുന്നത്. ക്യാപിറ്റൽ പ്രാക്ടിക്കൽ സൈഡ് അല്ല, അതുകൊണ്ട് അത് തിയററ്റിക്കൽ മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കുമ്പോഴേക്ക് തിയററ്റിക്കൽ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ബട്ട് റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഇസ് എ പ്രാക്ടിക്കൽ സൈഡ്. What are the entries regarding the redemption out of the profit? Okay, let's the first, the company issue in the debentures is normal entry. നമ്മൾ പറഞ്ഞ നേരത്തെ അതേ സെയിം എൻട്രി ആണ്. സപ്പോസ് എ കമ്പനി ഇഷ്യൂ debentures at par is a bank account debt to the debenture account, at premium the bank account debt to debentures to security premium. It's normal entry. So at par issue ചെയ്യാം, premium debenture issue ചെയ്യാം. At discount bank account debt, discount on issue account debt to debenture account. നമ്മൾ നേരത്തെ നിങ്ങൾ ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂവിൽ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണിത്. ഓൺ ഇഷ്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ് ബാങ്ക് അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. സോ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഓൺ ബിഫോർ 30th April. Such as debenture redemption investment account debtor to bank account, debenture redemption account debtor to the bank account. അതായത് നിങ്ങൾ സാധാരണ പ്രോഫിറ്റിൽ കൂടിയാണ് റിഡംഷൻ മീറ്റ് ചെയ്യുമെങ്കിൽ ഒരു 15% എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. ദാറ്റ്സ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. 15% ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് ഓൺ ബിഫോർ ആസ് പെർ റൂൾ ഓഫ് ദ 18(7). അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും, അത് റിഡംഷനെ പോകുമ്പോൾ ആദ്യത്തെ എലമെന്റ് റിഡംഷനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ എമൗണ്ട് 15% ഓഫ് ഡിബഞ്ചറിന്റെ 15% എവിടേക്ക് മാറ്റിയിരിക്കണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കണം. സെക്കൻഡ് എൻട്രി, ദാറ്റ്സ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് സെക്കൻഡ് എൻട്രി. അതായത് നിങ്ങൾ സാധാരണ റിഡംഷന് പോകുമ്പോൾ ഡിബഞ്ചറിന്റെ 15% നിങ്ങൾ എവിടേക്ക് മാറ്റിക്കണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അത് ആസ് പെർ ദ കമ്പനീസ് ആക്ട് 18(7) അത് പറയുന്നത്. ദിസ് ഇസ് വൺ ഓഫ് സെക്കൻഡ് എൻട്രി, ദ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ദ ബാങ്ക്. ആൻഡ് തേർഡ് എൻട്രി, ബീങ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് എൻ ക്യാഷ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എൻ ക്യാഷ് ചെയ്യാം. വാട്ട്സ് എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇവിടെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എൻ ക്യാഷ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ദാറ്റ്സ് എ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇത് വളരെ കമ്പൽസറി ആണ്. എങ്ങനെ പോലും എൻട്രി പാസ് ചെയ്യും. കാരണം ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുമ്പോൾ എന്തായാലും ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരാം. കാരണം കമ്പനീസ് ആയിട്ട് പറയുന്നുണ്ട് 15% നമ്മൾ എവിടേക്ക് മാറ്റിക്കണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കണം. ആൻഡ് ഇസ് എൻ ക്യാഷ് ദ ബാങ്ക് അക്കൗണ്ട് ടു ദ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ആൻഡ് തേർഡ് എൻട്രി ഓൺ ക്രിയേഷൻ ഓഫ് DRR. നമ്മൾ പറഞ്ഞ DRR കമ്പൽസറി ആണ്, നേരത്തെ പറഞ്ഞു അല്ലേ? ആസ് പെർ ദ കമ്പനീസ് ആക്ട് there is a DRR. The DRR is very important element. DRR is created. എങ്ങനെ DRR ക്രിയേറ്റ് ചെയ്യണത്? അത് ക്രിയേറ്റിംഗ് ദ DRR ഓൺ ക്രിയേഷൻ ഓഫ് DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ് സർപ്ലസ് അക്കൗണ്ട് ഓർ P&L അക്കൗണ്ട് അപ്രോപ്രിയേഷൻ. ഇത് ഏതെങ്കിലും ഒന്നായി സർപ്ലസ് അക്കൗണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ റിസർവ് ആണ് ഉദ്ദേശിക്കുന്നത്. ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ദർ ഇസ് ഫോർത്ത് എൻട്രി ഓൺ ക്രിയേഷൻ ഓഫ് DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ് സർപ്ലസ് അക്കൗണ്ട് debtor or P&L appropriation account debtor to debenture redemption reserve. നമ്മൾ സാധാരണ പ്രിഫറൻഷ്യസ് റിഡീം ചെയ്ത ക്യാപിറ്റൽ റിഡംഷൻ റിസർവുകൾക്കാണ് ഇമ്പോർട്ടൻസ് വന്നിരുന്നത്, അല്ലെ? ബൈ ബാക്കിലേക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ റിസർവിന് ചേഞ്ച് വന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. എൻട്രി സർപ്ലസ് അക്കൗണ്ട് ഡെറ്റ് ഓർ P&L appropriation account debtor to debenture redemption reserve account. രണ്ട് കാര്യങ്ങളുണ്ട്.
25% of the amount of the debenture issued to the debenture redemption reserve. അത് പറഞ്ഞിട്ടുണ്ട്. 25% ആണ് ഡിബഞ്ചറിന്റെ 25% DR-ലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. 25% amount of the debenture issued to debenture redemption reserve. എന്തുകൊണ്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സെബിയുടെ ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട് 25% എവിടേക്ക് മാറ്റിയിരിക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക്. അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. കമ്പനീസ് ആക്ടിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നു. സെബി പറഞ്ഞത് അതിലേക്ക് 25% എമൗണ്ടുകൾ മാറ്റിയിരിക്കണം. അതുകൊണ്ടാണ് അവിടെ കാൽക്കുലേഷൻ വരുമ്പോൾ എഴുതിയിട്ടുള്ളത് 25% amount of debenture issued to debenture redemption reserve before the commencement of the redemption. അപ്പോൾ ഈ 25% എമൗണ്ട് ഡിബഞ്ചർ 25% എവിടേക്ക് വന്നിരിക്കണം, നിങ്ങളുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് വന്നിരിക്കണം. Suppose another important note, the company have already maintained debenture redemption reserve. ചില കമ്പനീസ് ഓൾറെഡി DRR മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. The company have already maintained debenture redemption reserve for their operation. In such case, 100% of the reserve transferred to the debenture redemption reserve. ഇനി ഏതെങ്കിലും ഒരു കമ്പനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 100% എവിടേക്ക് മാറ്റിക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. മെയിൻറ്റെയിൻ ചെയ്യുന്നവർ 100% മാറ്റണം, മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു 25% എവിടേക്ക് മാറ്റണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ദ DRR. The DRR is created surplus or P&L appropriation account to the debenture redemption reserve. DRR-ലേക്ക് എത്ര എമൗണ്ട് മാറ്റിയിരിക്കണം, ഡിബഞ്ചറിന്റെ 25% നിങ്ങൾ DRR-ലേക്ക് മാറ്റിയിരിക്കണം. ഇനി ചില കമ്പനീസ് ഓൾറെഡി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഡിബഞ്ചർ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ 100% എവിടേക്ക് മാറ്റിയിരിക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിരിക്കണം. ദിസ് 2 important notes regarding the debenture redemption reserve. Okay, and 5th journal entry ഇത് ഇറ്റ്സ് ജേണൽ എൻട്രി ഫോർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി പലപ്പോഴും ഇൻട്രസ്റ്റ് വരാം, ഇൻവെസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് വരാം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ദ ബാങ്ക്. സപ്പോസ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കുറിച്ച് ചിന്തിച്ചായി. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ദ ബാങ്ക്, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ആൻഡ് 6th എൻട്രി ബീങ് റിയലൈസേഷൻ ഓഫ് ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് ലോങ് വിത്ത് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ ഇൻട്രസ്റ്റിന്റെ കൂടെ റിയലൈസ്. വാട്ട് ഇസ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ to debenture redemption investment account to interest on debenture redemption investment account. If there is interest on investment ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റിന് സ്പെസിഫിക് ഉള്ളൂ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ റിയലൈസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഇസ് എ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. if there is any interest on investment ഉണ്ടെങ്കിൽ മാത്രം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻട്രിക്ക് പ്രസക്തി വരുന്നുള്ളൂ, അതുപോലെ ഇവിടെയും പ്രസക്തി വരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കുറിച്ച് ചിന്തിച്ചായി. ഓക്കെ, ആൻഡ് ബീങ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ഇൻട്രസ്റ്റ് ഇൻകം. ഈ ഇൻട്രസ്റ്റ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രസക്തി ഉള്ളൂ. ഇൻട്രസ്റ്റ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സർപ്ലസ് അക്കൗണ്ട്. ദിസ് അനദർ ഇമ്പോർട്ടന്റ് എൻട്രി, ബീങ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ഇൻട്രസ്റ്റ് ഇൻകം, ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സർപ്ലസ് അക്കൗണ്ട്. അത് ഇൻട്രസ്റ്റ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻട്രിക്ക് പ്രസക്തി ഉള്ളൂ. ഇൻട്രസ്റ്റിന് മാത്രമാണ് ഈ എൻട്രി പ്രസക്തി വരുന്നുള്ളൂ. ഇവിടെയും ഇൻട്രസ്റ്റിന് മാത്രമേ എഴുതി. ഈ എൻട്രി എഴുതണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചായി. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സർപ്ലസ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് 8th എൻട്രി ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ വാട്ട്സ് എൻട്രി, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ. ആൻഡ് ഇൻട്രസ്റ്റ് റിട്ടേൺ ഓഫ്, ഇൻട്രസ്റ്റ് റൈറ്റ് ഓഫ് ഇത് കളയുമ്പോൾ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ദ ഇൻട്രസ്റ്റ്, P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് 10th എൻട്രി കമ്പനി ഇൻവെസ്റ്റ് എ ഫണ്ട് ഇൻ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇനി പലപ്പോഴും കമ്പനീസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടിടാം എമൗണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് എൻട്രി, ദർ ഇസ് എ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ TDS കളക്റ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ദറ്റ്സ് എൻട്രി റിഗാർഡിംഗ് യുവർ ദ കമ്പനി ഇൻവെസ്റ്റഡ് ഫണ്ട് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്. അവിടെ കമ്പനി എവിടെയെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫണ്ട്, അപ്പോഴാണ് ഈ ജേണൽ എൻട്രി ആവശ്യമായിട്ട് വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ TDS കളക്റ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് 11th എൻട്രി ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച അതേ എൻട്രികൾ തന്നെയാണ്, അതിൽ മാറ്റില്ല. ദാറ്റ്സ് എ at par, what's the entry, debenture account debtor to the debenture holders account, debenture account debtor to debenture holders account. That's the entry at par. Then at a premium, debenture account debtor to premium on redemption account debtor to debenture holders account.
So at par and premium, so same entries are redemption, redeem ചെയ്യുമ്പോൾ എൻട്രികൾക്കൊന്നും മാറ്റില്ല. At par and debenture account debtor to debenture holders account. Then at premium, the debenture account debtor, premium on redemption account debtor to debenture holders account. Okay, this is the common entry. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിലെ എൻട്രീസ് ആണ്. And payment due debenture holders, ഇനി നമ്മൾ നേരത്തെ അതേ എൻട്രീസ് ആണ്. debenture holders account to the bank. Suppose the payment due to the debenture holders, the entry is debenture holders account to the bank account. And this last entry, closing of DR close ചെയ്യണം after redemption. The entry is debenture redemption account debtor to the general reserve account. This is for closing of the DR, the debenture redemption reserve account debtor to the general reserve. These are the important 13 entries. ആവശ്യമുള്ള എൻട്രീസ് മാത്രം, എല്ലാ പ്രോബ്ലം എല്ലാ സിറ്റുവേഷൻസും വരില്ല. ആവശ്യമുള്ള എൻട്രീസ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ദ ഫസ്റ്റ് എൻട്രി, issuing the debentures. These are three important elements of the company issuing the debentures. And second entry, investment created. This is a very important element. That's a debenture redemption investment account debtor to the bank. എത്ര എമൗണ്ട് 15%, ഡിബഞ്ചറിന്റെ 15% ആണ് ഇതിലേക്ക് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരാം. And third one being the investment is encashed, bank account at the debenture redemption investment. And creation of the DR creates very important element, surplus or P&L appropriation account to the debenture redemption reserve. Normally two important element, 25% debenture എവിടേക്ക് വന്നിരിക്കണം, DR-ലേക്ക് വന്നിരിക്കണം. Suppose any companies are maintaining the debenture reserve, they have transferred 100% of the amount to the debenture redemption reserve. That's two important notes regarding your the DRR. Then generally ഈ ഇൻട്രസ്റ്റിംഗ് വരുമ്പോഴാണ് ഈ എൻട്രിക്ക് പ്രസക്തി ഉള്ളത്. So interest on debenture investment, interest on debenture investment account debtor to the bank account. And the debenture investment along with the interest realize ചെയ്യണമെങ്കിൽ the bank account debtor to debenture redemption investment. Interest ഉണ്ടെങ്കിൽ മാത്രം എൻട്രിനെ കുറിച്ച് ചിന്തിച്ചേ. Then transfer of the interest ഉണ്ടെങ്കിൽ മാത്രം interest on debenture redemption investment account debtor to surplus account. The interest due on the debenture redemption holders, interest account to the debenture holder. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻട്രികൾ ഇവിടെ വരുന്നുള്ളൂ. And interest, P&L account to the interest. It's very important. ഇത് ആവശ്യമെങ്കിൽ മാത്രമൊക്കെയാണ് എൻട്രി ആവശ്യമുള്ളൂ. Company invest fund to the bank deposit, bank account debtor, TDS card account debtor to debenture redemption investment to interest on debentures. ആ റിഡംഷൻ ഇത് കോമൺ എൻട്രി ആണ്. നമ്മൾ നേരത്തെ അത് മെത്തേഡിൽ പഠിച്ച ഡിബഞ്ചർ redemption debenture of the fresh issue പഠിച്ച അതേ എൻട്രീസ്. അറ്റ് പാർ ആൻഡ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അറ്റ് പ്രീമിയം ആൻഡ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ദ പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, then payment of the debentures, നേരത്തെ സെയിം എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ദ ബാങ്ക്. The last entry is very important, closing at 1000 DR close here. As closing of the DR, the debenture redemption reserve account to the central reserve. Okay, let me conclude. The first we discuss in this lecture, the first important topic is redemption out of the capital. The companies ne redemption debentures capital nu cheyam, capital nu cheyumbol working capital ne ബാധിക്കാത്ത രീതിയിൽ ചെയ്യണം. Then അത് മാത്രമല്ല debenture redemption reserves create ചെയ്യണം. It's very important that the companies create the debenture redemption reserve equal to the 50% amount. ഇവിടെ ശ്രദ്ധിക്കാം, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ 15% ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഡിബഞ്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 18 monthsന് മുകളിലാണെങ്കിൽ അവർ 15% എവിടേക്ക് മാറ്റിക്കണം, ഡിബഞ്ചർ റിഡംഷൻസിനെ മാറ്റണം. ദെൻ 15% ഡിബഞ്ചർ ക്യാൻ ബി റെഡീംഡ് ഔട്ട് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, അത് 18 month മോർ ആണെങ്കിൽ. ദെൻ ഡിബഞ്ചേഴ്സ് 18 monthന് ഓർ അതിന് താഴെയാണെങ്കിൽ ദ അവൈലബിൾ ഫോർ ദ ക്യാപിറ്റൽ റിഡംഷൻ, ദ ഡിബഞ്ചർ മേ ബി റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെയാണ് മുഴുവൻ എടുത്തുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഇസ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി അത്ര യൂസ് ചെയ്യാറില്ല, തിയററ്റിക്കൽ മാത്രമായിട്ട് വരുന്നൊരു മെത്തേഡാണ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രാക്ടിക്കൽ സൈഡ്, ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. ആൻഡ് ഹിയർ ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പൽസറി ടു ക്രിയേറ്റ് ദ DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. And as per SEBI guideline, at least 25% amount must be transferred to the debenture redemption reserve. SEBI പറഞ്ഞ 25% എവിടേക്ക് മാറ്റിയിരിക്കണം, debenture redemption reserve-ലേക്ക് മാറ്റിയിരിക്കണം. Okay, and these are the entries. The first entry on issue of the debentures, and investment is encashed, creation of DRR, and interest, and realization of the debenture along with interest, and transfer of the interest income, then interest due on the debentures, interest written off, and invoicing the bank deposit, redemption of the debentures, payment due the debenture holders, and final closing of the DRR after redemption. And these are the entries regarding the redemption out of the profit. Anyway, thank you so much, and thank you for watching me.